again welcome to the ending session. We are already summing up the budget session today, and almost everything has come, and the budget announcement is over. And I feel overall the budget seems to be very positive for the economy in the prospects of growth opportunity, and it has covered a lot of aspects and covered almost all sectors in the industry, and the market also reacted very well in the initial level, and almost the Jetli has very clearly announced a fiscal deficit. It has to be maintained by 4.1% for the current year, and after 2 years it may be around 3%, the percentage of growth to GDP, fiscal deficit to GDP growth. And I think there is a realistic approach he has taken, and we have in the previous session we have already discussed in detail of the various sectors and which will affect the market, and almost some stocks also we have already discussed, and we will sum up with certain ideas from our other team members, Mr. Manjesh and Mr. John sir and Mr. Paul sir, and regarding the market and the outlook of the എല്ലാവരും വളരെയധികം പ്രതീക്ഷയിലായിരുന്നു ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ്. ഏതാണ്ടൊരു 30 വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ട് അധികാരത്തിൽ എത്തുന്ന ഒരു ഗവൺമെൻറ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ആദായ നികുതിയിലടക്കം കൂടുതൽ ഇളവുകളാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാവരും പ്രതീക്ഷയ്ക്കത്ര ഉയർന്നില്ലെങ്കിലും സാധാരണ നോർമൽ ബഡ്ജറ്റുകളിലൊക്കെ കൂട്ടാറുള്ള പോലെ തന്നെ ഇപ്രാവശ്യവും ബഡ്ജറ്റ് സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും 4-5 സെക്ടറുകൾക്കാണ് കൂടുതൽ ഇളവ് നൽകിയേക്കുന്നത്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിങ്, പവർ, കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് മേഖലകൾക്കാണ് കൂടുതൽ ഇളവ് നൽകിയിരിക്കുന്നത്, പവർ സെക്ടർ ഉൾപ്പെടെ. സാധാരണ ഒരു ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഫൈനാൻഷ്യലി ഇച്ചിരി സാമ്പത്തിക ലഭ്യത കുറച്ച് കുറവുള്ള സമയമായതുകൊണ്ട് അധികം പ്രഖ്യാപനങ്ങളോ മറ്റോ ഉണ്ടായിട്ടില്ല. എങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ, പവർ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ നിക്ഷേപത്തിനുള്ള അവസരം ഒരു ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. കൂടുതൽ മേഖലകളിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള നടപടികൾ ബഡ്ജറ്റ് കൈക്കൊള്ളുമെന്ന് പറയുന്നു. ഇത് ബഡ്ജറ്റിൻ്റെ സർക്കാരിൻ്റെ പ്രത്യേക മോണിറ്ററിംഗ് രീതി ഇതിൻ്റെ പിന്നിലുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വരുന്ന ആഴ്ചകളിലോ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലോ ഇതിനൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ബഡ്ജറ്റ് എൻകറേജിങ് തന്നെയാണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിങ് മേഖലകൾ ഇനിയും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഈ കൂടുതൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഏരിയകൾ നോക്കി നിക്ഷേപിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയാണ് കൂടുതൽ അനുയോജ്യം തോന്നുന്നു. പവർ സെക്ടറും പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ കേവലം 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത ബഡ്ജറ്റ് വരെ കൊണ്ടോ ഒന്നും തീരുകയില്ല. ഇനി 7 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്ത ബഡ്ജറ്റ് വരും. ഇപ്പോൾ ഏതാണ്ട് ഒരു 5 വർഷത്തേക്കുള്ള ഒരു പദ്ധതി ആ രീതിയിൽ കണക്കാക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ലോങ് ടേം റോഡ് മാപ്പ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് apart from the normal high decibel announcements in the budget, this budget was particularly remarkable for lack of such announcements and a very pragmatic and practical approach to to the economic scenario, in the present day economic scenario. And there are a lot of positives about the budget, and definitely we had the trading session after the budget. The industry generally, apart from the the noises from the political class, it's been well accepted by a lot of almost all segments, industries. Generally it is well accepted budget. And particularly about the approach, there is Jetli is gone on a very practical mode than announcing schemes and major projects. He is concentrated more on implementation, practical approach, and of course there are much awaited announcements, especially on the investment front. The FDI limits have been raised from 26% to 49% in defense and insurance. Those are awaited for such a long period,
it's I mean it was almost a sure inclusion in the budget, which is there. Apart from that, of course, for the infrastructure trusts also there is a lot of focus given. Yes. Tax pass through for the rates and all that. It's all very positively taken by the industry, and it will definitely give an impetus for the investment both within and from the outside. That's what I generally feel about the budget. Regarding the tax, regarding stock marketനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് STT-ലൊക്കെ ഒരു ഇളവ് സംഭവിക്കും എന്നുള്ളത്, അതുപോലെ തന്നെ കമ്മോഡിറ്റിയുടെ ടാക്സിനും ഒക്കെ ഒരു ഇളവ് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒന്നും പ്രധാനമായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില കാര്യങ്ങൾ വിട്ടുകഴിഞ്ഞാൽ വലിയ നെഗറ്റീവായിട്ട് സംഭവിച്ചു എന്ന് പറയാൻ ഒന്നും തന്നെ ഇതിനുള്ളില്ല. നെഗറ്റിവിറ്റി ഒന്നും തന്നെ ഈ ബഡ്ജറ്റിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ബഡ്ജറ്റ് പഠിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഈ ബഡ്ജറ്റ് മുഖേന ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ഇൻകം ടാക്സ് ലിമിറ്റിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ ഇളവുകൾ 5 ലക്ഷം ഒക്കെ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഒരു ഡ്രീം മാത്രമാണ്. അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് കളക്ഷൻ വേണം. ടാക്സ് കളക്ഷൻ ഒരിടത്ത് അത്രയും കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിടത്ത് കൂടി ടാക്സ് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഇപ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലേക്കൊക്കെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല ഒത്തിരി ആളുകൾ ടാക്സ് ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് പുറത്ത് ചാടുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ടാക്സ് ബ്രാക്കറ്റിനുള്ളിൽ കഴിയുന്ന ആൾക്കാരെ നിലനിർത്തണം. ഒരു ചെറിയ ടാക്സ് ആണെങ്കിലും അടച്ചു പോകണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എല്ലാ കാലത്തും ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് എടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ആ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ 2 ലക്ഷം എന്നുള്ളത് 2.5 ലക്ഷം രൂപയാക്കി. അതുപോലെ ATC പ്രകാരമുള്ള എക്സംഷൻ 1 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം രൂപയാക്കി. അതുപോലെ തന്നെ ഹൗസിംഗ് ലോണിനൊക്കെ ഉണ്ടായിരുന്നത് 1.5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപയാക്കി. 2 ലക്ഷം രൂപയാക്കി. അപ്പോൾ എല്ലായിടത്തും ഒരു 1.5 ലക്ഷം 50,000 വീതം എല്ലായിടത്തും കൂട്ടി. അപ്പോൾ ടോട്ടലി ഒരു 1.5 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ഒരു ഇൻഡിവിജ്വലിന് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു 6 ലക്ഷം രൂപ വരെയും എല്ലാം കൂടെ കൂടുമ്പോൾ 6 ലക്ഷം രൂപ വരെയും ഒരാൾക്ക് എക്സെപ്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതൊരു നല്ലൊരു സംഭവമാണ്. 2 ലക്ഷം ഒറ്റയടിക്ക് കിട്ടും. 1.5 ലക്ഷം രൂപ അതിൻ്റെ കൂടെ ATCയിൽ കിട്ടും. അനദർ 2 ലാക്ക് നമുക്ക് മറ്റേ ഇൻട്രസ്റ്റിലും കിട്ടും. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ ഒരു 6 ലക്ഷം രൂപ വരെ ഒരു ഇൻഡിവിജ്വലിന് എക്സെപ്റ്റ് ചെയ്ത് കിട്ടാമെന്ന് കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ 12 ലാക്സ് വരെ അതിൻ്റെ ബെനിഫിറ്റ് ആ ഫാമിലിയിൽ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് അത് വലിയ ഒരു നല്ലൊരു ഇതാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അത് കണ്ടിന്യൂ ചെയ്തതേ ഉള്ളൂ. വേറെ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗുഡ് എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റിയൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മിഡിൽ ഇൻകം ഗ്രൂപ്പിൻ്റെ കയ്യിൽ if it is 1.5 lakhs that is getting added. ആ ഒരു ടാക്സ് ബെനിഫിറ്റും ഒക്കെ കൂടിയിട്ട് it will definitely give lot of impetus for ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സൈഡിലേക്ക് ആളുകൾക്ക് ഒരു ഫോക്കസ് കിട്ടും. അതേപോലെ ഓഫ് കോഴ്സ് അഡീഷണൽ സ്പെൻഡിങ്ങിനുള്ള ഒരു എമൗണ്ടും അവരുടെ കയ്യിൽ ഉണ്ടാവും. ഇതിലൊരു നമുക്ക് എക്സ്പെക്ട് ചെയ്ത ഒരു ക്ലാരിറ്റി കിട്ടാത്ത 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്ന് റിട്രോസ്പെക്റ്റീവ് ടാക്സിനെ സംബന്ധിച്ചായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി അതിന് റിട്രോസ്പെക്റ്റീവ് ടാക്സ് എന്ന് പറയുന്നത് അത് 100% അത് ഒരു റിവേഴ്സൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതിലൊരു സ്ട്രിക്റ്റ് നോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഈവൻ ഇൻഡസ്ട്രി തന്നെ അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ബട്ട് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വിൽ ബി റിവ്യൂഡ് ബൈ എ ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് അഗൈൻ ഇറ്റ് ലാക്സ് ക്ലാരിറ്റി, ഒരു അൺസർട്ടനിറ്റി നിൽക്കും. But the finance minister could have been a little bit more forthcoming, കുറച്ചുകൂടി കാറ്റഗോറിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി അതിനകത്ത് കൊണ്ടുവരാമായിരുന്നു. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ദി ഇൻഡസ്ട്രി ബാഡ്ലി എക്സ്പെക്റ്റഡ്.
Then പിന്നെ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചത് GST യുടെ ഒരു ടൈം ലൈൻ ഈ ഒരു ബഡ്ജറ്റോട് കൂടി ആ ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്യും എന്നുള്ള ഒരു ടൈം ലൈൻ എന്നതിലുപരി അതിനൊരു റോഡ് മാപ്പ്, അതിനൊരു ക്ലിയർ അപ്രോച്ച്. മീൻ സി ബഡ്ജറ്റ് വിൽ നോട്ട് സോൾവ് ഓൾ ദി ഇഷ്യൂസ്. ബഡ്ജറ്റ് ക്യാൻ ഓൺലി എന്താണ് ഒരു പോളിസി ഫ്രെയിംവർക്കും അല്ലെങ്കിൽ ഒരു എന്താണ് ഇൻഡസ്ട്രിയുടെ ഒരു മൂവ്മെന്റിന്റെ ഒരു മീൻ ഇക്കണോമിയുടെ ഒരു സഡൻ റോഡ് മാപ്പ് ഫിക്സ് ചെയ്യാവുന്നതിനപ്പുറത്ത് ഇറ്റ് വിൽ നോട്ട് സോൾവ് ഓൾ യുവർ പ്രോബ്ലംസ്. ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു റോഡ് മാപ്പ് ഹീസ് ആക്ച്വലി ഒരു സ്ട്രിക്റ്റ് ടൈം ലൈൻസ് അല്ലെങ്കിൽ പോലും അതിനൊരു റോഡ് മാപ്പ് ഉണ്ട്. It will definitely get momentum എന്നാണ് എനിക്ക് തോന്നുന്നത്. This is the first budget of the new government and we can expect more from the coming years. Of course GST ആണെങ്കിൽ പോലും it requires your implementation, it requires lot of homework, it requires lot of interaction with states. സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ കോൺഫിഡൻസിൽ എടുക്കേണ്ടതുണ്ട്. ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് homework. And of course, the finance minister hardly got 45 days to prepare the budget, and 45 days is definitely not sufficient to എന്താണ് ഇതേപോലെ ഒരു എന്താണ് GST പോലെയുള്ള കാര്യങ്ങളിൽ ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് ഹാർഡ്ലി ഇനഫ് ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കിട്ടാനുള്ള വരുമാനം കുറയുന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നം. ബാക്കിയുള്ളതിലെല്ലാം ഏതാണ്ട് സമവായം ഉണ്ടാക്കി എന്നാണ് കേൾക്കുന്നത്. അതെ, അറ്റ്ലീസ്റ്റ് ഫ്രം ദ ഡേ വൺ ദേ ഹവ് ടേക്കൺ എ വെരി പ്രൊആക്റ്റീവ് ആൻഡ് വെരി പ്രാക്ടിക്കൽ അപ്രോച്ച്. For them, GST is one of their top priorities. That itself is something very positive എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം particularly a disappointment is on the lack of initiatives to boost NRI investments back to India. Is something usually we see some announcements or something for the NRI category, NRIs who and particularly in the due to the rupee devaluation and things like that, NRIs have lot of investable surplus with them. There could have been something which something which could actually push them, actually attracted them to invest this amount money in India. I think that is one disappointment I personally have. And there were, especially in the backdrop of latest Dr. Mayaram report, there were strong expectations that NRI investments would be. Now there are certain restrictions like on the portfolio investments. So NRIs would be treated at par with domestic investors. It was an expectation at least of the brokerage industry. I think on that count also there is a disappointment. Of course, for the brokerage industry there are a couple of other disappointments, like there was at least some moderation on the CST or STT and CTT was expected, which again is not there. But of course, since we're fiscal deficit is a major concern of the government, and it's not easy for the government to do much more on reducing taxes and at least removing whatever is already there. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോടെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ കണ്ടത്. കാലത്ത് തൊട്ട് മാർക്കറ്റ് പതുക്കെ താഴുന്ന ഒരു 120 പോയിൻറ്റ്സ് നിഫ്റ്റി താഴോട്ട് പോയി. അതിനുശേഷം ബഡ്ജറ്റ് ടൈമിൽ തന്നെ തിരിച്ച് മാർക്കറ്റ് കയറി, ബഡ്ജറ്റ് കഴിഞ്ഞിട്ടും മാർക്കറ്റ് കയറി അറൗണ്ട് 120 പോയിൻറ്റ്സ് പ്ലസ് ആയിട്ട് പോയി. ഫൈനലി എനിക്ക് തോന്നുന്നു അറൗണ്ട് 40 പോയിൻറ്റ്സ് അല്ലേ മൈനസിൽ ക്ലോസ് ചെയ്തു. ദാറ്റ് മീൻസ് വളരെ വോളറ്റൈലായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇന്നുണ്ടായത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു 7450 ലെവലിൻ്റെ താഴെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോഴത്തെ ഇത്. തിരിച്ച് മേലോട്ട് കയറുകയാണെങ്കിൽ ഒരു 8200 വരെയും നിഫ്റ്റി വരാം. ഒരു റെസിസ്റ്റൻസ് ആ ഭാഗത്ത് വരുന്നവരെ മാർക്കറ്റിന് ഒരു കയറ്റം സംഭവിക്കാം.
അൺലെസ് എന്തെങ്കിലും മറ്റ് ഇഷ്യൂസ് നമ്മുടെ മറ്റേ ഇന്ത്യയിലോ അല്ലെ ഇന്ത്യക്ക് പുറമേ ഉള്ള എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് മാർക്കറ്റ് അതുപോലെ ഒരു 7450 താഴേക്ക് പോവുകയാണെങ്കിൽ അത് 7200 വരെ നിഫ്റ്റിക്ക് താഴോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സാധാരണ നിലവാരത്തിൽ ഒരു 7500 അടുത്ത് നിഫ്റ്റി സപ്പോർട്ട് എടുക്കാനാണ് കൂടുതൽ സാധ്യത. ഇന്നും ഇപ്പോൾ 7500 7480 ലെവലിലാണ് ഇന്ന് സപ്പോർട്ട് നിഫ്റ്റി എടുത്തത്. ആ ലെവലാണ് ഒരു മേജർ സപ്പോർട്ടായിട്ട് നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സാറ് പറഞ്ഞ പോലെ അടുത്തൊരു ലെവലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വളരെ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഈ 7500 അടുത്ത് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ദോഷമൊന്നും വരില്ല. എനിവേ ഇപ്പൊ നമുക്കൊരു ഏകദേശം ഒരു ക്ലാരിറ്റി. അതെ ബഡ്ജറ്റ് ആയിരുന്നു ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ മൂവ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഒരു 200 to 300 പോയിന്റ്സിനുള്ളിലുള്ള ഒരു മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പം ആ റേഞ്ച് വിട്ടിട്ട് മേലോട്ട് കയറാനുള്ള ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ട്. അപ്പം ചിലപ്പം ചില ദിവസങ്ങളും കൂടെ ഈ റേഞ്ചിലൊക്കെ നിന്നേച്ചും കൺസോൾട്ടേഷൻ സംഭവിച്ചെന്നിരിക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് എങ്ങനെയായാലും ജൂലൈയിൽ തന്നെ ഒരു പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനാണ് സാധ്യത. ഇൻവെസ്റ്റേഴ്സ് ബഡ്ജറ്റിന്റെ പ്രമാണിച്ചിട്ട് പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും അടുത്തൊരു ഇയേഴ്സ് ടു കം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈൻഡ് അപ്പ് ദ സെഷൻ അല്ലേ? എന്തെങ്കിലും സാർ കൺക്ലൂഡ് ചെയ്യാം? എനിക്ക് തോന്നുന്നത് വളരെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റുകൾ വലിയ ഒരു എക്സ്പെക്ടേഷൻ ബഡ്ജറ്റിൽ വെച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ദെൻ ആസ് യൂഷ്വൽ ബഡ്ജറ്റ് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ആക്ടിവിറ്റി എന്നതിനപ്പുറത്ത് ഒരു ഇൻഡസ്ട്രിയുടെ ഒരു റോഡ് മാപ്പ് ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ budget plays a very key role. I think the budget is that way is വളരെ forthcoming ആണ്. It is defined a clear path forward. Definitely we will have lot of goods coming with the budget. Going forward, you can see how the implementation is going on. That is also very important because more than announcements, implementation is what matters more. Okay. Yeah. Thank you very much. We had a wonderful session over a period of 2 days, and of course, തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും ഞങ്ങൾ പല പ്രോഗ്രാംസ് ഇതുപോലെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് വരുമ്പോഴും അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ഒക്കെയായി നമ്മൾ ഇനിയും പ്രേക്ഷകരുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.